റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ അതാ പരിശുദ്ധ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച റമളാനാണ് കടന്നു വരുന്നത്. 2 മാസം കരഞ്ഞു ദുആ ചെയ്ത റമളാനാണ്. 29 രാവിലെ നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കരഞ്ഞതിനേക്കാൾ നെഞ്ചു പൊട്ടി പള്ളിക്കകത്തിരുന്ന് കരഞ്ഞിട്ട് യാത്രയാക്കിയ റമളാൻ ഒരിക്കൽ കൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അതിഥികളെ സ്വീകരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. സഹോദരാ, നിങ്ങൾ ആ റമളാനിനെ ഒന്ന് സ്വീകരിക്കണേ. ആ റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കണേ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നിന് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ വീടിന്റെ ബെഡ്റൂം റെഡിയാക്കുന്നു, ബാത്റൂം റെഡിയാക്കുന്നു, അതാ ഹാള് റെഡിയാക്കുന്നു, വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നു. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന റമളാൻ ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആരാ ഒരുങ്ങിയിരിക്കുന്നത്, ആരാ തയ്യാറെടുത്തിരിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ. അല്ലാഹുവേ, റജബ് മാസം വരുമ്പോഴേ വീട് വൃത്തിയാക്കുകയാണ്. പുല്ലുകൾ, വീടിന്റെ വെളിയിൽ കിടക്കുന്ന പുല്ലുകളൊക്കെ പറിച്ചു മാറ്റി അല്ലാഹുവേ അതാ ചിലന്തി വലകളൊക്കെ അടിച്ചു കളഞ്ഞു. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിച്ചു കളയുകയാ. എന്തിനാ ഉമ്മ വീട് വൃത്തിയാക്കുന്നത്? മോനെ, റമളാൻ വരുന്നടാ. പക്ഷേ നിങ്ങളിലേ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരാണ് പരിശുദ്ധമായ റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വീടൊരുക്കിയിട്ടുള്ളതാരാണ്? വീടിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടുള്ളതാരാണ്? മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ടുള്ളതാരാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, 2 ദിവസം കഴിഞ്ഞ് റമളാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. 2 മുത്തുനബി പറയുകയാ, നിങ്ങളുടെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണേ. നിങ്ങളുടെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തിലേക്ക് നോക്കണേ. എന്തിനാണെന്നറിയുവോ? നാളെ റമളാനാണോ? നിങ്ങൾ നിലാപിറ നോക്കണേ. പടച്ചവനെ, പിറ കാണുന്നുണ്ടോ തമ്പുരാന്? നാളെ നോമ്പാണോ തമ്പുരാന്? നീ വീടിന്റെ അകത്തിരുന്നിട്ട് ടിവിയിലൂടെയല്ല, മൊബൈലിന്റെ വാട്സപ്പിലൂടെയല്ല, പള്ളിയിൽ വിളിച്ച് പറഞ്ഞിട്ടല്ല നീ കേൾക്കേണ്ടത്. നീ നിന്റെ വീടിന്റെ വെളിയിൽ ഇറങ്ങണം. എന്നിട്ട് ആകാശത്ത് നോക്കണം, എവിടെയെങ്കിലും പിറ കാണുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? 2 മാസം ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ നീ ഒന്ന് സന്തോഷിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് അല്ലാഹുവേ, ഞാൻ കാത്തിരുന്ന റമളാൻ വന്നു. സന്തോഷത്തോടെ ആ റമളാനിനെ സ്വീകരിക്കുന്ന മനസ്സോട് നീ നോക്കിക്കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലന്നിറാൻ, അല്ലാഹു നരകത്തിനിട്ട് നിന്നെ കരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ ദിവസം സാധാരണ ദിവസമല്ല. റമദാനിന്റെ ഒന്നാമത്തെ രാവ് അത് സാധാരണ ദിവസമല്ല. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന ദിവസമാണ്. അല്ലാഹുവേ, റമദാനിന്റെ അമ്പിളിപ്പിറ കണ്ടു കഴിയുമ്പോ അല്ലാഹുവിന്റെ ലൗഹും കലമും അർശും കുർശുമല്ല, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും അവിടുന്ന് വിളിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ സമുദായത്തെ വിളിച്ചിട്ട് അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിയിരിക്കുകയാ, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങിയിരിക്കുകയാ. പടച്ചവനെ, റഹ്മത്തിന്റെ 10, പാപമോചനത്തിന്റെ 10, സ്വർഗപ്രവേശനത്തിന്റെ 10 ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ റമളാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അത് ഒരുപാട് പ്രവാചകന്മാര് ആഗ്രഹിച്ചതാണ്. അല്ലാഹു കൊടുക്കാത്ത ഒരു അനുഗ്രഹമാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്. സീനാ പർവതത്തിന്റെ മുകളിലേക്ക് അതാ മൂസാ നബി തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ കിടന്നു ചെല്ലുമ്പോ മൂസാ നബിയുടെ കയ്യിലേക്ക് തൗറാത്ത് എടുത്തു കൊടുത്തു. ആ കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹു തൗറാത്തിന്റെ മഹത്വമല്ല പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വമാണ്. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് ഖുർആനിന്റെ മഹത്വമാണ്. ഈ ഖുർആനിന്റെ മഹത്വം കേട്ടപ്പോ മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ആ ഖുർആനിലെ ഒരു സൂറത്ത് എനിക്ക് തന്നാ മതി, ഈ കിതാബ് അങ്ങ് തിരിച്ചു തരാം. അതാ ഖുർആനിന്റെ മഹത്വം. അവിടെ നിന്ന് പറയാ, ഒരു സൂറത്ത് എനിക്ക് താ തമ്പുരാനെ, ഈ തൗറാത്ത് ഞാൻ അങ്ങ് തിരിച്ചു തരാം. അല്ലാഹു പറഞ്ഞു, ഇല്ല, അതില്ല, ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകന്റെ ഉമ്മത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന 2 പ്രകാശമാണ്. അത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന 2 പ്രകാശം, അത് വേറെ ആർക്കും കൊടുക്കൂല. ഒന്ന് നൂറുൽ ഖുർആൻ, അത് ഖുർആനിന്റെ പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഖുർആൻ എന്ന് പറയുന്ന പ്രകാശം. 2 നൂറ് റമളാൻ എന്ന് പറയുന്ന പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കാത്ത ഭാഗ്യമായി എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനിന്റെ 1-ാമത്തെ രാത്രി, ഞായറാഴ്ച, 2 രാത്രികളാണ് നമ്മൾ പരിഗണിക്കാത്തത്. 1 റമളാനിന്റെ 1-ാമത്തെ രാവ്, 2 29-ാം രാവ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഈ 2 ദിവസമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഞായറാഴ്ച സംശയത്തിന്റെ ദിവസമാണ്, തിങ്കളാഴ്ച നോമ്പാണോ? അപ്പൊ എത്ര പേരാ ഞായറാഴ്ച ഈ നാളെ തറാവിയാണോ, ഇന്ന് തറാവിയുണ്ടോ, നാളെ റമളാൻ 1 ആരാ നോക്കുന്നത്? ചുമ്മാ ഇങ്ങനെ നടക്കാ, നാളെയാ നോമ്പ്, ഇത്ര തന്നെ. 27-ാം രാവ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു റമളാൻ തീർന്നെന്ന്. 29-ാം രാവിന്റെ അന്ന് എവിടാ? പടച്ചവനെ തുണി വാങ്ങാൻ നടക്കുക, ഇറച്ചി വാങ്ങാൻ നടക്കുക, നാളെ പെരുന്നാളിൽ. സഹോദര, ഈ ദിവസത്തിന്റെ പ്രതിഫലം നിനക്കറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യൂത്രേ. സ്വർഗ്ഗം അല്ലാഹുവിനോട്. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. റമളാൻ മാസത്തിന്റെ 1-ാമത്തെ രാവ് കടന്നു വരുമ്പോൾ സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് എന്റെ വീട്ടിൽ താമസിക്കാനുള്ളവരെ നീ തിരഞ്ഞെടുക്കണേ എന്ന് സ്വർഗ്ഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗ്ഗമാ ചോദിക്കുന്ന അല്ലാഹുവിനോട്, എന്റെ വീട്ടിൽ താമസിക്കാനുള്ളവരെ നീ തിരഞ്ഞെടുക്കണേ പടച്ചവനെ. സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, റബ്ബേ, അല്ലാഹ് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, അല്ലാഹുവേ, ഈ കാണുന്ന ഈ റമളാനിന്റെ 1-ാമത്തെ രാവിൽ ഈ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇവരെ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരാക്കി തരണേ എന്ന് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് 1-ാമത്തെ രാവിന്റെ പ്രത്യേകത. സഹോദര, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നോക്കും. റഹ്മത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം ഈ ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് നിങ്ങളൊക്കെ നിസ്കാരപ്പായിൽ ഉണ്ടാകണം. റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ 7 മണിയാകുമ്പോഴേ പള്ളിക്കകത്ത് പോയിരിക്കണം. 7:30 ഇശാ കഴിഞ്ഞല്ല, മുമ്പേ പള്ളിയിൽ പോയിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ റമളാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ, ആ പിറ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കും. ആ നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ഒരു കാലത്തും അള്ളാഹു നിന്നെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലത്ത് നീ പേടിക്കണ്ട, അള്ളാഹു നിന്നെ ശിക്ഷിക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുന്നു. ആ റമളാനിനെ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു സൂറത്ത് ഓതാൻ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി, പ്രവാചകൻ കരയാൻ തുടങ്ങി. സഹാബികൾ ഓതാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. പ്രവാചകൻ കരയുന്നത് കണ്ടപ്പോൾ ചില സഹാബത്ത് കരഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. റസൂലുള്ള സ്വഹാബികളോട് പറഞ്ഞു, രണ്ടാമത് മോദാൻ. അവിടുന്ന് രണ്ടാമത് മോദി. പ്രവാചകനും കരഞ്ഞു, സ്വഹാബികളും കരഞ്ഞു. പിന്നെയും കുറച്ചു സ്വഹാബികൾ കരഞ്ഞില്ല. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയെ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കരയണം. റസൂലുള്ള പറഞ്ഞു, ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണം. ഇനി കരച്ചിൽ വരുന്നില്ലയോ, അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം, കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്താൽ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ സൂറത്ത്, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഒന്നുകിൽ കരയണം, അല്ലെങ്കിൽ അഭിനയിക്കണം. ഏത് ചെയ്താലും സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കരയുകയോ അഭിനയിക്കുകയോ എന്തെങ്കിലും ചെയ്യും, അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരട്ടെ, ആ സൂറത്ത് പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്ക്. ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ട്. ഇൻഷാ അല്ലാഹ് എടുത്തു. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്, ആ ഉയർത്തിയ കൈ പോക്കറ്റ് ഇട്. എന്നിട്ടൊരു സദക്ക എടുക്ക്. ലാഭം നിങ്ങൾക്കാ, അള്ളാഹുവിനല്ല. നിങ്ങൾക്കാ നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ. ഞാൻ 2 ദിവസം മുമ്പ് കണ്ണിയത്ത് ഉസ്താദിന്റെ കോളേജിൽ വഅദിന് പോകുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസ് എന്ന് പറയുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ 2 കിഡ്നിയും പോയി. 10ാം ക്ലാസ്സിൽ രക്തം ഛർദ്ദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, 2ഉം പോയി. അള്ളാഹു ആ പൊന്നുമോന് ശിഫ കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവരുകൾ പറഞ്ഞു, തലയ്ക്കകത്ത് ബ്ലഡ് കോട്ടായിട്ട് ഒരേ കിടപ്പ് കിടക്ക ഈ നാട്. ഇവിടെ അടുത്തവിടെ ഒരു ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ളവരെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നിന്റെ വീട് വിറ്റിട്ട് നീ സദക്ക കൊടുക്കാന്ന് പറഞ്ഞാലും രോഗം മാറുമോ? അല്ലാഹ് ഞാൻ കോടിക്കണക്കിന് രൂപ തരാം, എന്റെ ക്യാൻസർ മാറ്റി തരണമെന്ന് പറഞ്ഞാൽ മാറണമെന്നില്ല. പക്ഷെ ഇന്ന് നീ ബക്കറ്റിന്റെ അകത്ത് ആ കോടികളൊന്നും കൊടുക്കണ്ട, നിന്റെ കയ്യിൽ എന്തുണ്ടോ നീ ബക്കറ്റിലിട്. അള്ളാഹു നിനക്ക് ആ ഗതി വരുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 കിഡ്നിയും തകർന്നു പോയാൽ മാറ്റി വെക്കണമെങ്കിൽ 25-30 ലക്ഷമാ മോനെ. ഉണ്ടോ നിന്റെ കയ്യില്? അങ്ങനെ ഒരു ഗതി നിനക്ക് വരാതിരിക്കാൻ ഈ ബക്കറ്റിന്റെ അകത്ത് അൽഹംദുലില്ലാഹ് നല്ല ലക്ഷ്യത്തോടു കൂടിയ കഴിഞ്ഞ വർഷം 10 പവൻ സ്വർണം കൊടുത്തൊരു പൊന്നുമോക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാവരും കൈയിട്ടൊരു സദക്ക എടുത്തോ. എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. വെച്ച പൈസ അവിടെ ഉണ്ടോന്നെങ്കിലും നോക്ക്. അള്ളാഹു ഈ സദക്ക കൊടുക്കുന്നവർക്ക് നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ
പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയല് കണ്ടിട്ട് കരയുന്ന, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലിരുന്ന് സീരിയലിന്റെ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ, ഇനി അവിടെ ഇരുന്ന് കരയണ്ട, ഇനി നീ അവിടെ ഇരുന്ന് കരയണ്ട. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്തൂതിയിട്ട് കരയണേ, ഈ സൂറത്തൂതിയിട്ട് കരയണേ. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓതാ തയ്യാറാണോ? അല്ലാഹുവേ, ഈ സൂറത്ത് ഓതാ നിയ്യത്ത് ചെയ്യുന്നവർ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഇവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തു. അല്ലാഹുവേ, ഈ സദഖ കൊടുക്കുന്നവരെ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തി രക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11:15 ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് 1.25 മണിക്കൂറായി. ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഓതുവല്ലോ, ഓതുവല്ലോ, ഉറക്കപ്പറ, ഓതുവല്ലോ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുകയാണ്. പാവങ്ങളെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരികയാണ്. എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ ഏത് കടിക്കണമെന്ന് നമുക്കറിയില്ല. റബ്ബേ, ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാ. എങ്കിലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിന്റെ പരിസരത്ത്, നമ്മുടെ അയൽവാസികൾ ഒരു നേരം പടച്ചവര് നോമ്പ് തുറക്കുന്ന സമയത്ത് കയ്യിലെ വെള്ളവും അതാ കാരക്കയും പിടിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. മറന്നു പോകല്ലേ ചെറുപ്പക്കാരാ, മറന്നു പോകല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമാണ് പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ പരിശുദ്ധമായ കഅബാലയത്തിൽ മതാഫിലൂടെ തവാഫ് ചെയ്തിട്ട് മഹാനവറുകളെ കഅബയുടെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു സ്വപ്നം കാണുകയാ. ഈ വർഷം ഹജ്ജിന് വന്ന ആൾക്കാരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചത് എന്തുകൊണ്ടെന്നറിയുമോ? ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കൊണ്ടാ. ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കാരണം എല്ലാവരുടെയും അല്ലാഹു ഹജ്ജ് സ്വീകരിച്ചത് മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാതമ്പുരാന് പറഞ്ഞ അടയാളം വെച്ച് സ്വപ്നത്തിൽ കണ്ട നാട്ടിലേക്ക് യാത്രയാവുകയാണ്. പടച്ചവനെ, ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടിയ മനുഷ്യനാരാ? ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടിയ മനുഷ്യനെ തേടിയിട്ട് ഈ മഹാൻ പോയി. ചെന്ന് നോക്കുമ്പോ ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനാണ്. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഹജ്ജിന് പോകണമെന്നാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം. ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്നൊരൽപ്പം എടുത്തു മാറ്റിവെക്കും. ഇങ്ങനെ പതിറ്റാണ്ടുകളോളം, എത്രയോ കൊല്ലം ഹജ്ജിന് പോകാൻ വേണ്ടി തന്റെ ശമ്പളത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അല്പമായിട്ട് എടുത്തു മാറ്റിവെച്ചു. ചരിത്രം അവിടുന്ന് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ അവസാനം ഹജ്ജിന് പോകാനുള്ള പൈസയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ പരിപൂർണ ഗർഭിണിയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പരിപൂർണ ഗർഭിണിയാ. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ് ചോദിക്കുന്ന കാര്യം ഭർത്താവ് വാങ്ങിക്കൊടുക്കണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും പറയും, ഇത്തിരി ഇറച്ചി എനിക്ക് കഴിക്കണം, വാങ്ങിത്തരുവോ? ഈ സാധുവിന്റെ കയ്യിൽ പൈസയില്ല. ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയല്ലാതെ വേറെ പൈസയില്ല. ഒരു ദിവസം ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇറച്ചി വാങ്ങിത്തരൂല,
ഞാനൊരു ഗർഭിണിയാണ്, നിങ്ങൾ എനിക്ക് ഇറച്ചി വാങ്ങി തരൂല. പക്ഷേ ഇന്ന് നമ്മുടെ വീടിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണം അടിക്കുന്നുണ്ട്, അവിടെയെങ്കിലും പോയി ഇത്തിരി വാങ്ങിയിട്ട് വാ. ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറയുകയാ, ഇറച്ചി കഴിക്കാനുള്ള കൊതി കൊണ്ട് പറയുക, അടുത്ത വീട്ടിൽ പോയിട്ടെങ്കിൽ ഇത്തിരി വാങ്ങിയിട്ട് വാ. തന്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ. ആ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. ചെന്നിട്ട് ചോദിച്ചു, പെണ്ണെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാ, അവൾക്ക് ഇത്തിരി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണമടിക്കുന്നു, ഒരിത്തിരി ഇറച്ചിതാ എന്റെ ഭാര്യയ്ക്ക് കഴിക്കാനാ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അന്നാ ഇറച്ചി വേണ്ട, ഇത്തിരി വെള്ളമെങ്കിലും താ. ആ ഇറച്ചിയുടെ ഒരൽപ്പം ചാറെങ്കിലും താ എന്റെ ഭാര്യക്ക. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ഈ മനുഷ്യൻ പറഞ്ഞു, അവള് ഗർഭിണിയാ, നിന്നെ പോലെ ഒരു പെണ്ണല്ലേ, ഇത്തിരി ഇറച്ചിയുടെ ഇല്ല, നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ തരൂല. ഈ മനുഷ്യന് സങ്കടമായി. ചെരുപ്പുകുത്തിയായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തേ തരാത്ത? ഒരിത്തിരി ചാറ് പോലും തരാത്തത് എന്താ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിച്ചുകൂടാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിച്ചുകൂടാ. അപ്പൊ ഈ ചെരുപ്പുകുത്തിയായി മനുഷ്യൻ ചോദിച്ചു, ഞാനും മുസ്ലിം, നിങ്ങൾ മുസ്ലിം, നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, പിന്നെ എന്തേ തരാത്തെ? ആ സമയത്ത് ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് 2 മക്കളാവുള്ള, ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല. എന്റെ മക്കള് കുറെ കാലം കൊണ്ട് ഇറച്ചി വാങ്ങിത്താ ഉമ്മ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുന്നു, എന്റെ കയ്യിൽ പൈസയില്ല. എത്രയോ കാലം കൊണ്ട് എന്റെ മക്കൾ ഇറച്ചിക്ക് വേണ്ടി കിടന്ന് കരയാ, എന്റെ കയ്യിൽ വാങ്ങാൻ പൈസയില്ല. ഇന്ന് ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ഒരു കഴുത ചത്ത് കിടക്കുന്നു. മക്കൾ ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ചത്ത് കടന്ന കഴുതയുടെ ഇറച്ചി ഞാൻ വെട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാ. അല്ലാഹുവേ, ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് വർഷങ്ങളോളം സമ്പാദിച്ചു വെച്ചിരുന്ന ഹജ്ജിന് പോകാനുള്ള പൈസ എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എവിടെ കൊണ്ടുപോവാ? ഹജ്ജ് അയൽവാസിക്ക് കൊടുക്കാനാ. ഭാര്യ ചോദിച്ചു, ഇത് ഹജ്ജിന് പോകാൻ വെച്ച പൈസയല്ലേ? ആ സമയത്ത് ആ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ പറഞ്ഞു, പെണ്ണെ, എന്റെ വീടിന്റെ പരിസരത്ത് ഒരു നേരത്ത് ഒരൽപ്പം ഇറച്ചി കഴിക്കാൻ ഗതിയില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നേണ്ട അവസ്ഥയിൽ എന്റെ അയൽവാസി കിടക്കുമ്പോ, യതീമായ മക്കള് കിടക്കുമ്പോ അവർക്ക് കൊടുക്കാതെ ഈ പൈസയും കൊണ്ട് ഞാൻ മക്കത്ത് പോയിട്ട് കാര്യമില്ല. ഈ പൈസ കൊണ്ടുപോയി ഞാൻ അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്റെ ഈ അയൽവാസിക്ക് കൊടുക്കലാണെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി വർഷങ്ങളോളം കാത്തുവച്ചിരുന്ന പൈസ കൊണ്ട് സദഖ കൊടുത്ത ഒറ്റ നന്മയ്ക്കാണ് അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്ത പ്രതിഫലം തൗഫീഖ് കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് റമളാനൊക്കെ കടന്നു വരുന്നു. എത്രയോ പാപങ്ങൾ തിരിഞ്ഞു നോക്കണം സഹോദര. ഒരു കിറ്റൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. റമളാൻ മാസത്തിൽ നിങ്ങളൊക്കെ ഒരു കിറ്റ്. ഞാൻ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ വാപ്പാടെ ഒരു കൂട്ടുകാരൻ, അല്ലാഹു പടച്ചവനെ അദ്ദേഹത്തിന് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. എൻ്റെ കയ്യെ പിടിച്ചിട്ട് കരയാ, മോനെ എന്തെങ്കിലും താ മോനെ, ഭക്ഷണം കഴിച്ചില്ല മോനെ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇന്ന് ഞാൻ പട്ടിണിയാ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്തെങ്കിലും താ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉപ്പാനെ അറിയുന്ന ഒരു മനുഷ്യൻ ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സഹോദര, ഇതുപോലെ എത്രയോ പാവങ്ങളുണ്ട്. പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. നിന്റെ വാപ്പാടെ കൂട്ടുകാര്, നിന്റെ ഉമ്മാടെ കൂട്ടുകാര്, നിന്റെ മാതാവിന്റെ കുടുംബക്കാര്, നിന്റെ പിതാവിന്റെ കുടുംബക്കാര്, നിന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നിന്റെ അയൽവാസികൾ, അൽഹംദുലില്ലാ, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊട്ടാരം പണിയാനൊന്നുമല്ല, വെയിൽ കൊള്ളാതെ മഴ പെയ്യുമ്പോൾ നനയാതെ അല്ലാഹുവെ കയറി കിടക്കാൻ ഒരു ചെറിയ ഒരു കൂര വെക്കുന്നതിന് വേണ്ടിയാ. അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം, ഒന്ന്, നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, വാപ്പ ഒരു നല്ല മരണമാ. വാപ്പ, എൻ്റെ ഉപ്പ നിനക്കൊരു നല്ല മരണം വേണ്ടേ?
നിനക്ക് മോഹമില്ലേ നല്ലതുപോലെ മരിക്കാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണു തള്ളി വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് മുഖം കറുത്ത് കാണാൻ വരുന്നവരെ പേടിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ചില മയ്യത്തുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാം, മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിട്ടുണ്ടാകും. വാപ്പ ഒന്ന് ചിരിച്ചുകൊണ്ട് കിടക്കണ്ടേ? വാപ്പ വെള്ള തുണി മുഖത്തുനിന്ന് ഉയർത്തുമ്പോ നിനക്ക് ചിരിക്കണ്ടേ? ആ ചിരിക്കാനുള്ള വഴിയാ പറയുന്നേ. ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരു ചാക്ക് സിമന്റ്, ഒരു കട്ട നീ വാങ്ങിക്കൊടുത്ത അള്ളാഹുവെ, നീ മരിക്കുമ്പോ അള്ളാഹു നിനക്ക് സ്വർഗം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ് സ്വർഗം കണ്ടട്ടെ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അൽഹംദുലില്ലാഹ്, ഈ ശഅബാനിന്റെ രാത്രിയ പാപങ്ങൾ മുഴുവനും അള്ളാഹിന്റെ മുന്നിൽ കഴുകിക്കളയുക. മരിച്ചു പോകുമ്പോ ഇതൊക്കെ കാണത്തുള്ളൂ വാപ്പ. മരിച്ചു പോകുമ്പോ ഇതൊക്കെ കാണൂ. ഞാൻ ഇന്നല്ല ഞാൻ ചിന്തിക്കാറ്, എൻ്റെ വാപ്പാടെ മയ്യത്ത് ഞാൻ കൊണ്ടുപോയതാ. ഒന്നും കൊണ്ടുപോയില്ല സാധു, ഒന്നും കൊണ്ടുപോയില്ല. ആകെയുള്ള സമ്പാദ്യം തനിക്ക് അല്ലാഹു കൊടുത്ത മക്കൾ 6 പേരെയും അദ്ദേഹം ആലിമീങ്ങളാക്കി. അതന്നെ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. എല്ലാരും പറയും, ഉസ്താദേ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, റേഷൻ ചോറ് റേഷൻ അരി വാങ്ങി തിന്നിട്ടുണ്ട് ഉസ്താദേ, പഴങ്ങഞ്ഞു കുടിച്ചിട്ടുണ്ട് ഉസ്താദേ. അല്ലാഹുവേ, തിന്നാനില്ലാതെ വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ട് ഞാനും നിങ്ങളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ എളുപ്പമാണ്, പക്ഷെ മറ്റൊരുത്തനെ അങ്ങനെ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പലതും മറന്നുപോകും. അതുകൊണ്ട് അള്ളാഹു ഒരു പ്രതിഫലമേ പറയുള്ളൂ. അല്ല വാക്ക് പറഞ്ഞതിനെ പോലെ മാറ്റുന്നവനൊന്നുമല്ല. അല്ല പറഞ്ഞതാ. അള്ളാഹു പറഞ്ഞു, നീ മരിക്കുമ്പോ നിനക്ക് അള്ളാഹു സ്വർഗം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം കണ്ടട്ടെ നീ മരിക്കൂ. ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ട്, പത്തനാപുരം അടുത്താണല്ലോ. അള്ളാഹുവേ, ഞാൻ അവിടെ പോകുമ്പോ പടച്ചോനെ, ഒരു കുട്ടി മാത്രം അവിടെ നിൽക്കണു, ആരുമില്ല. ഞാൻ ചോദിച്ചു, മോനെ ഉസ്താദില്ലേടാ? ഉസ്താദില്ല. എല്ലാരും എന്തേ വീട്ടിൽ പോയി. നീ എന്തേടാ പോകാത്തെ? നീ എന്തേ പോകാത്തെ? അപ്പൊ ഇങ്ങനെ തലകുനിച്ച് നിൽക്ക. ആ മോനിങ്ങനെ തലകുനിച്ച് നിൽക്ക. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോ, എന്താ മോനെ നീ എന്താ വീട്ടിൽ പോകാത്തെ? എനിക്ക് ആരുമില്ല ഉസ്താദേ, വാപ്പായില്ല, ഉമ്മയില്ല. അപ്പായില്ല, ഉമ്മയില്ല, കരയാ മോൻ, എവിടെ പോവാനാ? അള്ളാഹു അങ്ങനെ ഒരു ഗതി ഞങ്ങളുടെ മക്കൾക്ക് നീ വരുത്തല്ലേ അല്ലാഹ്. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ മക്കളെ എത്തിക്കാനെ കൊണ്ടിടേണ്ട ഒരു അവസ്ഥ നീ തരല്ലേ പടച്ചോനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗം കണ്ടിട്ടേ മരിക്കാവൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും എപ്പോഴാണെന്നറിയില്ല, വസ്തുവൊക്കെ വാങ്ങിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് ആ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ ഇൻഷാ അല്ലാഹ് ഉസ്താദേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമു റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹുവേ, ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. തെറ്റുകളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ പടച്ചോനെ. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാളു പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. അള്ളാഹുവേ, ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ. പണവോ സമ്പാദ്യമോ കൊട്ടാരോ ഒന്നും വേണ്ട, ജീവിതത്തിൽ ചെയ്ത പാവം ഒന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. അള്ളാഹുവേ, ഒന്ന് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ അല്ലാഹ്. ഇത് ഞങ്ങളുടെ തൗബയാണ് പടച്ചവനെ, ഇത് ഞങ്ങളുടെ തൗബയാണ് റഹ്മാനെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ പാപങ്ങൾ പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹ്. ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചാ നീ സ്വർഗം തരണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ വാപ്പായും ഉമ്മായും പലരും ഖബറിന്റെ അകത്ത, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. നീ കരുണ കാണിക്കണേ അല്ലാഹ്. ഖബറ് വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാൻ. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ, ശിഫ തരണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. കഷ്ടപ്പെട്ട് സമ്പാദിച്ച മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ക്യാൻസർ തരല്ലേ റഹ്മാനെ. കിഡ്നി തകർക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ശരീരം തളർന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്.
അള്ളാഹുവെ ഞങ്ങളുടെ കൂടെ കടന്നവർ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. സ്വന്തം മക്കള് പാപ്പായി ഉമ്മായി നോക്കി നോക്കി മടുത്തു, മരിച്ചാ മതിയെന്ന് ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ റഹ്മാൻ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ കണ്ണുനീര് പിടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കിടത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവെ ഇപ്പൊ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല, ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ശ്രവിയായ പണ്ഡിതന്മാരെ പെടുത്തണേ അല്ലാ. പടച്ചവനെ പ്രത്യേകിച്ച് അർഷാദ് ഉസ്താദിന്റെ ഉപ്പയുടെ ഖബറിടം വിശാലമാണ് റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, അദ്ദേഹത്തിന് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഈ 12 മണി വരെ ഈ സദസ്സിലിരുന്ന എൻ്റെ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണേ പടച്ചവൻ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അള്ളാഹുവെ. ഒരുപാട് വേദന സാധുക്കൾ സഹിച്ചു, ഇനിയും നീ വേദനിപ്പിക്കല്ലേ റഹ്മാനെ. അറുത്തു മുറിക്കല്ലേ റഹ്മാനെ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അള്ളാഹുവെ മാസങ്ങളായി കിടന്ന് നെട്ടോട്ട് ഓടുക, അവരുടെ ലക്ഷ്യങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാൻ. അള്ളാഹുവെ പാവങ്ങളാ അല്ലാ, നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. ആ ഒത്തൊരുമ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാ കൂട്ടുകാർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ അമീൻ എന്ന് പറയുന്ന കൂടപ്പുറപ്പിനെ റബ്ബെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഈ വഅദിൽ ഈ വായിൽ കേൾക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ആക്കിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അൻവർ എന്ന സഹോദരൻ കൂടെ വന്ന കൂട്ടുകാർ രണ്ടുപേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ മുഖത്തെ സന്തോഷം എപ്പോഴും നിലനിർത്തി കൊടുക്കണേ പടച്ചവൻ. അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അള്ളാഹുവെ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ റഹ്മാൻ. അല്ലാ, രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാഹു. റബ്ബേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചോ. അള്ളാഹുവെ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ തരല്ലേ റഹ്മാൻ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അള്ളാഹുവെ, ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരു പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഒരു സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെ പോലും നീ മറക്കല്ലേ റബ്ബേ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് നീ അവർക്ക് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ റഹ്മാൻ. അള്ളാഹുവെ, ഈ പരിപാടി നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് റബ്ബേ, നീ ഖബറിടം വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മ റബ്ബേ, നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവൻ. അള്ളാഹുവെ, എൻ്റെ കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഭാര്യ അള്ളാഹുവെ, ആ പാപം വയ്യ റബ്ബേ, നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവൻ. അള്ളാഹുവെ, എൻ്റെ 2 മക്കളെയും നീ ഹാഫിദീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എൻ്റെ മക്കളുടെ പനിയൊക്കെ നീ മാറ്റി കൊടുക്കണേ തമ്പുരാൻ. അള്ളാഹു, ഈ ശബ്ദം നീ നിലനിർത്തി തരണേ റഹ്മാനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. ഒന്ന വഴി മറക്കുന്നവനാക്കല്ലേ റഹ്മാനെ. ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ റബ്ബേ, ഈ ദുആ നീ കബൂൽ
കബൂലാക്കണേ അല്ലാഹുവേ 16 വയസ്സുള്ള തൻസീൽ എന്ന മകൻ അല്ലാഹുവേ നീ ആ പൊന്നുമോൻ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആ കുടുംബത്തിന് സമാധാനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ പടച്ചവനെ. റബ്ബേ 2 കിഡ്നിയും തകർന്നു കിടക്കുന്നു റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ റഹ്മാനെ റബ്ബേ ഈ ദുആ നീ കബൂലാക്കണേ അല്ലാഹുവേ പടച്ചവനെ. റബ്ബേ ഞങ്ങൾ ഇന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ ഭാഗ്യം തരണേ ഈ മാസത്തിനെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ പടച്ചവനെ. ഈ മണ്ണിൽ നിന്ന് ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ മുറ്റത്തെത്തിക്കണേ തമ്പുരാനെ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ദുആ അവസാന ദുആ ആക്കല്ലേ ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാഹുവേ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ തമ്പുരാനെ, തൗബയാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയനി സഗീറ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل. നടക്ക ദുആയിൽ ഈ പാവത്തിനെ കൂടെ ഉൾപ്പെടുത്തു. അല്ലാഹു ഇനി കാണാൻ ആയുസ് നൽകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനിയായ അൽ ഉസ്താദ് താജുദ്ദീൻ ബാഖവി തടിക്കാട് അൽഹംദുലില്ലാഹ്